കേരളത്തിലെ മാധ്യമങ്ങൾ സാധാരണ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. ഇപ്പോൾ ഇത് ഛത്തീസ്ഗഡിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകൾ നടന്നു. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിൽ അത് വാർത്തയായില്ല. എന്താണ് സർ ഛത്തീസ്ഗഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? അവിടെ ആരാണ് വിജയിച്ചത്? ഛത്തീസ്ഗഡിലെ വാർത്ത അധികം വരാത്തതിന് എനിക്ക് തോന്നുന്ന കാരണം നോർത്ത് ഇന്ത്യയിൽ മീഡിയ ഇപ്പൊ പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ എവിടെ പെട്ടി പൊട്ടിച്ചാലും BJP എന്നാണ്. അപ്പൊ ഛത്തീസ്ഗഡിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പെട്ടി പൊട്ടിച്ചപ്പോൾ BJPക്ക് വൻ ഭൂരിപക്ഷവും വൻ വിജയവുമാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് പുതിയ ഒരു വാർത്തയായിട്ട് ഇത് പലരും കണക്കാക്കാത്തത്. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ സ്ഥിരം വിജയം നടക്കുന്നുള്ള രീതിയിലാണോ അതോ ഇനി ഇത് ഹൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും BJP അവിടെ ഉഗ്രമായ വിജയമാണ് നേടിയിരിക്കുന്നത്. അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ 10 എണ്ണമാണ്. ആ 10ൽ 10ഉം BJP ജയിച്ചു. പിന്നെ ഈ ത്രിതലത്തിൽ രണ്ടാമത് വരുന്നത് നഗരപാലികയിൽ 114 സീറ്റ് 49 നഗരപാലിക സ്ഥാനങ്ങളുള്ളത് ചെയർപേഴ്സൺ. അതിൽ 35 ചെയർപേഴ്സണും BJPക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ നഗർ പഞ്ചായത്ത്, അവിടെ നഗർ പഞ്ചായത്ത് എന്നാണ് അതിന് പറയുന്നത്, അത് 114 ഉള്ളതിൽ 81ഉം BJPയാണ് ജയിച്ചത്. അപ്പൊ ഇങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചു. അവിടെ പ്രധാന എതിരാളി BJPയുടേത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് കഴിഞ്ഞ തവണ തൂത്തുവാരി സീറ്റുകളായതല്ല. 2019-20 ഈ കോൺഗ്രസിന് തിരിച്ചായിരുന്നു, നല്ല വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോ തല കുത്തനെയായി. കോൺഗ്രസ് ഈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒരിടത്തും ഇല്ല. അതേസമയം നഗരപാലിക സഭകളിലാണെങ്കിൽ ആകെ കിട്ടിയിരിക്കുന്നത് 8 സ്ഥലത്തോ മറ്റാണ്. 49ൽ 8 സ്ഥലത്തേ ഉള്ളൂ. ആം ആദ്മി പാർട്ടിക്ക് 1 സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ 5 സ്വതന്ത്രരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ നിലവിലെ. ഛത്തീസ്ഗഡ് കേരളം പോലെയാണ്, ഇങ്ങനെ മാറി മാറി അവസരം കൊടുക്കുന്ന. അവിടെ ഛത്തീസ്ഗഡില് കോൺഗ്രസിന് നല്ലൊരു നേതാവ് ഉണ്ടായിരുന്നു, അജിത് ജോഗി. അദ്ദേഹം ഇരുന്ന കാലത്ത് കോൺഗ്രസിന്റെ പ്രതാപമായിരുന്നു. അദ്ദേഹം ഈ ഗിരിവർഗക്കാരുടെ ഇടയിൽ ഭയങ്കര സ്വാധീനമാണ്. അദ്ദേഹത്തിന് പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അപാരമായ ഒരു കഴിവുണ്ടായിരുന്നു. ആ ലീഡറെ വെച്ചിട്ട് കോൺഗ്രസ് എന്നും നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് BJP കഴിഞ്ഞ ഇലക്ഷനിൽ തകർപ്പൻ വിജയം എന്ന് തന്നെ പറയാം. ഒരു വിജയം നേടിയെന്ന് മാത്രമല്ല, അവിടെ ഒരു അടിപൊളി നേതാവിനെയും അവർ കൊടുത്തു. വിഷ്ണുദേവ് സായ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം ഈ അജിത് ജോയിയെ വെല്ലുന്ന ഒരു ഗിരിവർഗ നേതാവായി മാറിയിരിക്കുക. അദ്ദേഹം 4 തവണ MP ആയിരുന്നു, 3 തവണ MLA ആയിരുന്നു, 2 തവണ കേന്ദ്രമന്ത്രിയുമായിരുന്നു. എന്നിട്ടാണ് മുഖ്യമന്ത്രി. അപ്പൊ ഈ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെ ആക്കുമെന്ന് ആരും പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ ഇങ്ങനെ ഒരാളെയാണ്, ഈ ഗിരിവർഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് മുഖ്യമന്ത്രിയാക്കാൻ പോണതെന്ന് അതൊരു BJPയുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. പെട്ടെന്ന് ആ ജനങ്ങൾക്കെല്ലാം, അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഗിരിവർഗ ജനത്തിന് ആവേശം കൊള്ളിക്കുന്നതിൽ ഒരു ലീഡറെ കൊടുത്തു. അദ്ദേഹമാണെങ്കിൽ ചെറുപ്പക്കാരനല്ല, ഈ താരതമ്യേന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ 60-61 വയസ്സുള്ള ഒരാളാണ്, പ്രായം കുറഞ്ഞ ആളാണ്. ഇനിയും വളരെ 10-20 വർഷത്തേക്ക് ഭാവിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെയാണ് അവിടെ ആക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രകടനവും കൂടെ ഇതിനകത്ത് വളരെ കൂട്ടി വായിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് താഴെയുള്ള പൊതുവെ ഛത്തീസ്ഗഡ് ഒരു നക്സൽ ബാധിത നമുക്കറിയാലോ, വലിയ തോതിൽ അവിടെ ഈ പറയുന്ന അതാണ് ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത്, ബാധിക്കപ്പെട്ട ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ അതിൽ നിന്ന് വിമുക്തി നേടി വരുന്നു. അല്ല, അത് വലിയ തോതിൽ അമിത്ഷാ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അതാണ്. തീവ്രവാദികളെ, അതിർത്തി കടന്നു വരുന്ന തീവ്രവാദികളെ നേരിടുന്ന അതുപോലെ തന്നെ ഞങ്ങൾ നക്സലുകളെ, മാവോയിസ്റ്റുകളെ നേരിടുന്നു. അത് ഏതാണ്ട് CRPFന് പരിപൂർണമായ അധികാരം കൊടുത്തു. തലങ്ങും വിലങ്ങും ഓടിച്ചിട്ട് പിടിക്കാനും വെടിവെക്കാനും ഒക്കെയുള്ള നടപടികൾ അവിടെ നടന്നതിന്റെ ഫലമായിട്ട് നക്സൽ പ്രസ്ഥാനം ഏതാണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. അതിന്റെ ഗുണം സാധാരണ ജനങ്ങൾക്ക് കിട്ടി. ഇപ്പൊ UP പറയില്ലേ, യോഗി റൗഡികളെ ഒതുക്കിയെന്ന്, ഏതാണ്ട് അതുപോലെയാണ്. എൻകൗണ്ടറൊക്കെ വലിയ വിവാദമാണ്. അതെ. ഛത്തീസ്ഗഡില് ഈ നക്സലുകളെ ഒതുക്കിയത് ജനത്തിന് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. ഈ ഏറ്റവും നമ്മൾ ജീവിക്കാനായിട്ട് ഒന്നാമത് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനമാണ്. പിന്നെയാണ് അരിയും തുണിയും വരുന്നത്. അതുപോലും രണ്ടാമതേ ഉള്ളൂ. ജീവനല്ലേ ഒന്നാമത്തെ. അപ്പൊ അത് സുരക്ഷിതമാക്കി എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ
മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തിന്റെ പ്രതിച്ഛായ മാത്രമല്ല, അദ്ദേഹം ഈ പറഞ്ഞ രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ അരിയും തുണിയും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ വില കുറച്ച് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിൽ അദ്ദേഹം വളരെ മികവ് കാട്ടി എന്നുള്ളതാണ്. ഗിരിവർഗക്കാർക്ക് ഒക്കെ ഭക്ഷ്യസാധനങ്ങളൊക്കെ ന്യായവിലയ്ക്ക് എത്തിക്കുന്നതിലൊക്കെ അദ്ദേഹം വളരെയധികം വിജയിച്ചു. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ തൂത്തുപെറുക്കിയുള്ള വിജയം. സർ, മുമ്പ് ഈ ഛത്തീസ്ഗഡ് ഏതാണ്ട് 2018 വരെ 15 വർഷത്തോളം BJP ഭരിച്ചതാണ്. 2018 അവിടെ കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കുന്നത്. കോൺഗ്രസിന് അവിടെ ശക്തമായ വേരോട്ടമുണ്ട്. അതായത് പറഞ്ഞു അജിത് ജോയി ഇരുന്ന കാലങ്ങളിൽ ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്നു. ഈ നക്സലുകളെ നേരിടുന്നതിലും കോൺഗ്രസ് അത്ര മോശമായിരുന്നില്ല. വളരെ ശക്തമായിട്ട് തന്നെ അവർ രംഗത്ത് വരികയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അടിപറ്റി, അവര് പിന്നെ തോക്കുകയും BJP ജയിച്ചു വരികയും ചെയ്തു. ഈ കോൺഗ്രസിന് പറ്റിയ കുഴപ്പം അജിത് ജോയിക്ക് ശേഷം അതുപോലൊരു നേതാവിനെ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് അവിടെ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും പറ്റിയിരിക്കുന്ന കുഴപ്പം അതാണ്. ഈ യെസ്മാൻമാരെ മാത്രമേ കോൺഗ്രസിന്റെ നേതാവാക്കുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വന്നതാണ് ഇവിടെ പറ്റിയിരിക്കുന്ന പ്രശ്നം. അത് പല സംസ്ഥാനങ്ങളിലും അത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ അതിന് ആകെ ഒരു വ്യത്യാസം കണ്ടത് നമ്മൾ തെലങ്കാനയിലാണ്. അവിടെ പുതിയൊരു മുഖം രേവന്ത് റെഡ്ഡി. അത് അദ്ദേഹം BJP ൽ നിന്ന് ചാടി അപ്പുറത്ത് പോയി അദ്ദേഹം നല്ല രീതിയിൽ കളിക്കാൻ അറിയുന്ന, അത് ഇടവും വലവുമുള്ള തന്ത്രങ്ങളെല്ലാം അദ്ദേഹം പഠിച്ചു. BJP ൽ നിന്ന് BJPയുടെ തന്ത്രങ്ങളും പഠിച്ചു. പഴയ കോൺഗ്രസ്സുകാരനും ആ രീതിയിൽ നിന്ന് കോൺഗ്രസിന്റെ തന്ത്രങ്ങളും അറിയാം. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും, പിന്നെ ചെറുപ്പക്കാരനാണ്, സ്പോർട്സ്മാനാണ്. നല്ലൊരു അതൊക്കെയാണ് പ്രധാനം. ജനങ്ങൾ ഇതൊക്കെയാണ് നോക്കുന്നത്, മനസ്സിലായില്ലേ? ഒരു പ്രസരിപ്പുള്ളവൻ, പ്രസന്നത, സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. ഒരു ഇത് കണ്ടില്ലേ, അണ്ണ രേവന്ത് അണ്ണ എന്നൊരു പെൺകുട്ടി വിളിച്ചപ്പം, ഒരു സ്ത്രീ വിളിച്ചപ്പം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഉടൻ തന്നെ തിരിഞ്ഞ് സ്ത്രീയുടെ അടുത്ത് പോയി വിവരം തിരക്കി അവരെ ആശ്വസിപ്പിച്ചിട്ട് പോന്നു. അതാണ് ആ പൾസുള്ള ലീഡർമാരുടെ ഒരു പ്രത്യേകത. ആ പൾസ് അറിയാവുന്ന, ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ലീഡർ ഉണ്ടെങ്കിൽ അവിടെ ആ പ്രസ്ഥാനത്തിന് തനിയെ ഉയർച്ച ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ഇവിടെ ഇപ്പോ ഈ ശ്രീ സായിക്ക് അങ്ങനെ ഒരു, വിഷ്ണുദേവ് സായിക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഈ ജനങ്ങളുടെ ഇടയിൽ തികച്ചും ജനകീയനാണ്. പിന്നെ ഗിരിവർഗക്കാർ ഞങ്ങളുടെ ഒരാള്, ആ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അത് നമ്മുടെ ആള് നമ്മുടെ ഇടയിൽ നിന്ന്, കാട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനല്ല, 60 വയസ്സായി, എന്നാലും നമ്മുടെ ഇടയിൽ നിന്ന് വന്ന ഒരാള് എന്നുള്ള ഒരു പ്രത്യേക പരിഗണന അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് എവിടെയും അദ്ദേഹം പോകുമ്പോൾ ഉണ്ടെന്നുള്ളതാണ് ഛത്തീസ്ഗഡിൽ നിന്ന് എല്ലാവരും പറയുന്ന വാർത്ത. എന്തായാലും ഈ BJPയുടെ വിജയം കേരളത്തിലടക്കം മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഞാൻ കണ്ടത് ഡൽഹിയിൽ തോറ്റതിന് ആം ആദ്മി പ്രതികാരം ഛത്തീസ്ഗഡിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു ഭയങ്കര സാധനം അടിച്ച് ആരൊക്കെ വിട്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലും ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ ഇനി ആം ആദ്മി തൂത്തുവർക്കിയോ എന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോഴാണ് ആം ആദ്മി. ഈ ആം ആദ്മിക്ക് ഛത്തീസ്ഗഡിൽ അങ്ങനെ വലിയ വേരോട്ടം ഉണ്ടോ സാർ? അല്ല, അവിടെ ഒരു നേതാവ്, അവർക്ക് പറ്റിയൊരു നേതാവ് കിട്ടിയെന്നുള്ളതാണ്. അവിടെ ആ ഒരു മണ്ഡലത്തിൽ മാത്രം, നഗരപാലിക മണ്ഡലത്തിൽ ഒരിടത്ത് ചെയർപേഴ്സൺ ആയിട്ട് ഒരാള് വളർന്നു വരുന്ന ഒരു നേതാവിനെ കിട്ടി. അതാണ് അവിടുത്തെ ഒരു ഗുണം കിട്ടിയത്. ഈ വേറൊരു പ്രത്യേകത, നഗരപാലിക ഈ നഗർ പഞ്ചായത്തിലൊക്കെയുള്ള ഇലക്ഷനിൽ വലുതായിട്ട് രാഷ്ട്രീയം വരാറില്ല. അവിടെ വ്യക്തിനിഷ്ഠമാണ്. നമ്മളെ സഹായിക്കുന്ന ആള്, നമ്മളൊപ്പം നിൽക്കുന്ന ആള്, അതൊക്കെയാണ് അവിടെ നോക്കുക. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആള്. പിന്നെ നമ്മുടെ കൗൺസിലർ നമ്മുടെ ഇവിടുത്തെ കൂട്ട് കോർപ്പറേഷനിൽ 12 ലക്ഷം അല്ല 12,000 പേരും 15,000 പേരൊന്നും ഇല്ല. അവിടെ വളരെ ആളുകൾ കുറവാണ്. 1000 പേര്, 600 പേര്, 300 പേരൊക്കെയാണ് ഒരു നഗരപാലികയിൽ പോലും പലയിടത്തും ഉള്ളത്. നഗരപഞ്ചായത്ത് വളരെ കുറവാണ്. നഗരപഞ്ചായത്തിൽ അതിലും കുറവാണ്. 100 പേര് 200 പേരൊക്കെയാണ് ഒരു ചെറിയ ഏരിയ. അപ്പൊ പരസ്പരം അറിയാം. അപ്പം ഈ ഗിമ്മിക്കുകളൊന്നും അവിടെ നടക്കില്ല. നമുക്ക് നേരിട്ട് ഹൃദയബന്ധമുള്ളവൻ, നമ്മളെ സഹായിക്കുന്ന, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വോട്ട് ചെയ്യും. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വോട്ടിംഗ് നടക്കുക. അപ്പൊ ഇത്തവണ അത് BJPയുടെ പ്രവർത്തകർ ആ തട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ ഈ വിഷ്ണുദേവ് സായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഛത്തീസ്ഗഡിന്റെ വിജയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം.